ഞങ്ങൾ നിനക്ക് വേണ്ടിയ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നേ. എന്നിട്ട് കഴിക്കാതിരുന്നതേ വളരെ മോശമായി പോയി. വിശപ്പില്ലായിരുന്നു അമ്മേ. എന്തൊക്കെ കറികളാ നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നേ? അതെ രാജു, കഷ്ടമുണ്ട് കേട്ടോ. എന്തൊക്കെ കറികൾ ഉണ്ടായിട്ടെന്താ? എന്റെ ഋതിക അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോ എനിക്കെങ്ങനെ ഭക്ഷണം ഇറങ്ങും? വേണുവേട്ടൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമെന്ന്. അപ്പൊ ഞാനാ പറഞ്ഞേ അവൻ നാട്ടിൽ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 3 നേരം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നിനക്ക് ഇഷ്ടമല്ലല്ലോ. അല്ലെങ്കിലും ഞാൻ വേണുവേട്ടനോട് ഇടയ്ക്ക് പറയാറുണ്ട്, ലണ്ടനിലെ സായിപ്പന്മാരുടെ ഹോട്ടലിലെ ഭക്ഷണേ നിനക്ക് പിടിക്കുള്ളൂ എന്ന്. അമ്മ വിഷമിക്കണ്ട. ഇനി മടങ്ങി പോകുന്നവരെ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കൂ. മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചാ. ഇന്ന് കമ്പനിയില് പുതിയ ബോസിന്റെ ട്രീറ്റ് ഉണ്ടായിരുന്നു. വയറു നിറയെ കഴിച്ചു. അച്ഛൻ കഴിച്ചോ? ഞാനും കഴിച്ചു. ഞാനിവിടെ അടുത്തൊരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാനും കഴിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാ സുഹൃത്തിനെ കണ്ടത്. സാറേ, സാറത് എങ്ങോട്ടാ? അല്ല, അത് കാറും ഡ്രൈവറൊന്നുമില്ലേ? വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചതാ ശങ്കര. സാറിന് എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, എന്റെ വണ്ടിയുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല ശങ്കര. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ? സാറേ, ചാനലിലൊക്കെ സാറിന്റെ വാർത്തകൾ ഞാനും കാണാറുണ്ട്. അതൊക്കെ ചാനലുകാർ ഓരോ കഥകൾ ഉണ്ടാക്കുന്നതല്ലേ? സാർ എന്നോടൊന്നും ഒളിക്കണ്ട. വീട് നഷ്ടപ്പെട്ട കാര്യവും ഇപ്പൊ ആ വീടിന്റെ ഔട്ട് ഹൗസിൽ സാറും കുടുംബവും താമസിക്കുന്ന കാര്യവും ഞാൻ അറിഞ്ഞു. ഇപ്പൊ സാറിന് സഹായിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ എന്റെ കാര്യം വളരെ മോശമാണ്. ശങ്കരൻ കരുതുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക്. സാർ എന്നോടൊന്നും മറച്ചു വെക്കല്ലേ. സാറ് വലിയ അഭിമാനിയാണെന്ന് എനിക്കറിയാം. അത്യാവശ്യത്തിന് 5000-10,000 വേണമെങ്കിൽ ഞാൻ എവിടെന്നെങ്കിൽ മറിച്ചു തരാം. അല്ല, വേണ്ട ശങ്കര. അങ്ങനെ ചോദിച്ചതിന് വളരെ സന്തോഷം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. ശരി സാർ. എന്തു തിരക്ക്? ഒരു തിരക്കില്ലെന്ന് എനിക്കറിയാം. കോടീശ്വരനായ ഒരു മനുഷ്യന്റെ അവസ്ഥയെ പൊരു വെയിലത്ത് നടക്കുന്നു, ചോദിച്ച വ്യായാമത്തിന് നടക്കുന്നു എന്ന് പറയുന്നു. അതും ഈ പൊരു വെയിലത്ത്. നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി എല്ലാം തിരികെ പിടിക്കണം. അച്ഛനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ. അച്ഛൻ്റെ മനസ്സ് നീറിപ്പോകുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും പുറത്ത് കാട്ടാതെ കൊണ്ട് നടക്കുക പാവം. അച്ഛനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം.